പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റാൻ ശക്തിയുള്ളതാണ് ദൈവവചനം. കാരണം ഈ ദൈവവചനത്തിന്റെ പ്രത്യേകതയെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ വചനത്തിന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ പറയുന്നത് എല്ലാവറ്റിനെയും സൃഷ്ടിക്കാൻ കഴിവുള്ളത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തില് വചനമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ശബ്ദമൊക്കെ ആയിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ദൈവവചനത്തെ അവനെന്ന നിലയില്ല, അവനാൽ, അവൻ മുഖാന്തരം സകലവും ഉളവായി, അവൻ. അപ്പൊ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് ദൈവവചനത്തെ അവൻ എന്ന് പരിചയപ്പെടുത്തുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അവന്റെ പേര് ദൈവവചനം, അവൻ. അപ്പൊ അവിടെ രണ്ടിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ഒരു വ്യക്തിത്വമായിട്ടാണ് വചനത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അവൻ രക്തം ധരിച്ച് ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര് പറയുന്നു. അപ്പൊ ഇവിടെ രണ്ടിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവവചനത്തെ ഒരു വ്യക്തിയായിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ദൈവവചനത്തിന് ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ വചനത്തിന് ചെയ്യാൻ കഴിയും. വചനം ദൈവമാണ്. അഥവാ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ദൈവവചനത്തിന് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ നമ്മൾ എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും, ദൈവവചനത്തിന്റെ പ്രവർത്തികൾ. നമ്മള് ദൈവവചനത്തോട് ചേർന്ന് വസിക്കുന്നതോറും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവവചനത്തിന്റെ അസാധാരണമായ പ്രവർത്തികൾ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സാഹചര്യം എന്തുമാകട്ടെ, അതിനെല്ലാം നടുവില് ദൈവവചനത്തിന്റെ ബ്യൂട്ടി, ദൈവവചനത്തിന്റെ പവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ സ്നേഹിക്കുക, വചനം വായിക്കുക, വചനത്തെ ശ്രവിക്കുക. കാരണം വചനത്തില് പഴയ നിയമത്തിൽ പ്രവൃത്തിയാലുള്ള ഒരു മനുഷ്യന്റെ ജീവനെയും നിത്യജീവനെയും അവന്റെ വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ, പുതിയ നിയമത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യം, വിശ്വാസത്താലാണ് നീതിമാൻ ജീവിക്കുന്നത്. അപ്പൊ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാവും. അപ്പൊ ഒരു ജീവിതത്തിനകത്ത് വിശ്വാസം വളരണമെങ്കിൽ അവനിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നത് കേൾവിയാണ്, ദൈവവചനമാണ്, ദൈവവചനത്തിന്റെ കേൾവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓരോ പ്രോഗ്രാമിലൂടെയും ദൈവവചനം കേൾക്കുമ്പോൾ വചനത്തിലേക്ക്, അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിയണം. അതായത് ഈ വചനം നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ നമ്മൾ അനേക സംഭവങ്ങളെ വചനത്തിൽ കാണുന്നു. പക്ഷെ ഈ സംഭവങ്ങളെ ഫോക്കസ് ചെയ്യുന്നതല്ല ഈ വചനം. നമ്മൾ ശരിക്കും ഈ വചനത്തെ മനസ്സിലാക്കിയാൽ ഓരോ സംഭവങ്ങളെ ഫോക്കസ് ചെയ്യുന്നതല്ല ഇത് ഒരു യഥാർത്ഥത്തെ, സത്യത്തെ ഫോക്കസ് ചെയ്യുന്നതാണ്. എന്താണ് സത്യം? ഉന്നതനായ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, ആർക്കും കാണാതവണ്ണം എവിടെയോ വസിക്കുന്നു എന്ന് പറയുന്ന ദൈവം നിങ്ങളിലും എന്നിലും വസിക്കുന്നു എന്നതാണ് ഈ വചനത്തിന് ഏറ്റവും വലിയ സത്യം. ആ വസ്തുതയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇന്ന് പിശാച് നമ്മൾ ഇന്ന് മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ഒരിക്കലും പ്രാപിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ സത്യമാണ്. ഏതാണ് ഈ സത്യമാണ്? അത് ദൈവം നമ്മളിൽ വസിക്കുന്നു. നമുക്ക് ഒന്നാമത്തെ ആദാം നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് സൃഷ്ടിയുടെ വിവരണം മനോഹരമായി പറയുമ്പോൾ 2-ാം അധ്യായത്തില് മനുഷ്യനെ കുറിച്ചും മനുഷ്യനും ദൈവം തമ്മിലുള്ള സംവാദമൊക്കെയാണ് അവിടെ പറയുന്നത്. 2-ാം അധ്യായം ആരംഭിക്കുന്നതിന് സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, 7-ാം ദിവസം കർത്താവ് തന്റെ വേലയിൽ നല്ല നിവൃത്തനായി 7-ാം ദിവസം ശുദ്ധീകരിച്ചു എന്നാണ് 2-ാം അധ്യായം പറയുമ്പോൾ, 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യനെ ദൈവം നേരത്തെ പൊടുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം മതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയാറ്റും. അവന് ദൈവം കിഴക്കൊരു തോട്ടമുണ്ടാക്കി അവിടെ ആക്കി.
അവിടെ അവനെ ആക്കിയിട്ട് തോട്ടത്തെ സൂക്ഷിപ്പാനും അവിടുത്തെ ജോലിയൊക്കെ ചെയ്യാനായിട്ടും അവനെ അവിടെ ആക്കി. എന്നാൽ 17-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഈ തോട്ടത്തിലെ പഴം, നടുവിലെ വൃക്ഷത്തിന്റെ ഫലം, നന്മ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ 3-ാം അധ്യായത്തില് ആദാം ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാതെ പഴം പറിച്ച് തിന്നുകയോ അങ്ങനെ ആ പഴം പറിച്ച് തിന്ന നിമിത്തം ലോകത്തിലേക്ക് മരണം പ്രവേശിച്ചു എന്നാണ് റോമലേഖനത്തിൽ പറയുന്നത്. അവിടെ പഴം പറിച്ച് തിന്ന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചവനെ ആദമിനെ കുറിച്ച് നമ്മൾ പിന്നെ കാണുന്നത് എങ്ങനെയാണ്? ദൈവം ആദമിനോട് ചോദിച്ച ചോദ്യം, ആദമേ നീ എവിടെ? അപ്പൊ അവിടെ ആദം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായിരുന്നു എങ്കിലും ദൈവം ആദാമിനോട് സംസാരിക്കുന്നു. ആദാമും ദൈവം തമ്മിലുള്ള ഒരു ഫെലോഷിപ്പ് ഉണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആദമിന് സംഭവിച്ചൊരു കാര്യം, മരണം, ഡെത്ത് സംഭവിച്ചു. എന്താണ് മരണം? മരണം എന്ന് പറയുമ്പോൾ സോളും സ്പിരിറ്റും സെപ്പറേറ്റ് ആകുന്നതാണ് യഥാർത്ഥത്തിൽ മരണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാണൻ എന്ന പദം സോളിന് മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം പ്രാണൻ പോയി എന്ന് പറയുമ്പോൾ സോളും സ്പിരിറ്റും സെപ്പറേറ്റ് ആയി. ഈ സോൾ എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണ്, എൻ്റെ ശരീരത്തെ കാണിക്കുന്നത്. ബോഡി ഈസ് വിസിബിൾ മീ. സോൾ എന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ മീ. സ്പിരിറ്റ് ഈസ് ഇൻവിസിബിൾ ഗോഡ്. അത് എൻ്റെ മനസ്സെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവം, എൻ്റെ പ്രകൃതം, എൻ്റെ ക്യാരക്ടർ, എൻ്റെ അറിവുകൾ, എൻ്റെ പ്രാപ്തി, ഇതിനെല്ലാം കുറിക്കുന്നതാണ് സോൾ. എന്നാൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്നത് എന്നിൽ വസിക്കുന്ന ദൈവിക ഭാവമാണ്. അപ്പൊ അവിടെ ആദമിന്റെ സോൾ സെപ്പറേറ്റ് ഫ്രം ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി. അവിടെയാണ് ദൈവം ആദമിനോട് ചോദിക്കേണ്ടി വരുന്നത്, ആദമേ നീ എവിടെ? അതിനു മുമ്പ് ആത്മാവും സോളുമായി കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ ഈ ചോദ്യത്തിന്റെ ആവശ്യമില്ല. അപ്പൊ ആദം ആ സ്പിരിറ്റും സോളും ഡിസ്കണക്റ്റഡ് ആയപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, ആദമേ നീ എവിടെ? അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആദമിനെ ജീവനിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം കൽപ്പനകളെ കൊടുത്തു. എന്നാൽ ആ കൽപ്പനകൾ ജഡത്തിന്റെ ബലഹീനതയാൽ മനുഷ്യനെ നിവർത്തിക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശു തന്റെ പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ പാപജട നിമിത്തവും പാപജട സാദൃശ്യത്തിലും അയച്ച് പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിലൂടെ സാധ്യമായി തീർന്നത്, ഒന്നാമത്തെ ആദാമില് അവന് ആ ദൈവത്തോടുണ്ടായിരുന്ന സോളും സ്പിരിറ്റും തമ്മിലുണ്ടായിരുന്നു. അവന്റെ പ്രാണനും അവന്റെ സോളും ദൈവവും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഇന്റിമസി നഷ്ടപ്പെട്ട സ്ഥലത്ത് യേശുക്രിസ്തുവിലൂടെ അത് വെളിപ്പെടുത്തി കാണിക്കുകയായിരുന്നു. എന്താണ്? സോളും സ്പിരിറ്റും ഒന്നായിരിക്കുന്ന, ആത്മാവും മനസ്സും ഒന്നായിരിക്കുന്ന ഒരുവൻ ആരാണെന്നാണ് യേശുക്രിസ്തുവിലൂടെ കാണിച്ചത്. ഇവിടെ ഒരു ലോകത്തില് നമ്മൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്ന. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവം എവിടെ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ, അതായത് ഈ ലോകത്തിൽ ദൈവത്തിന് നമ്മിലൂടെ മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം നമ്മളിലൂടെയാണ് കാര്യം, മനുഷ്യനിലൂടെ ദൈവം കാര്യം ചെയ്യും. അപ്പൊ അത് ദൈവം എന്നിൽ വസിക്കുന്നെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടെങ്കിലേ അത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളികൾ എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് തന്നെ പറഞ്ഞ് നിങ്ങൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം, വളരെ ശക്തമായി ഉറപ്പിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ പരാജയപ്പെടത്തില്ല, തകർന്നു പോകത്തില്ല. എന്താണെന്നറിയാമോ? സർവശക്തനായ ദൈവം നിങ്ങളിൽ വസിക്കുന്നു. ആ തിരിച്ചറിവ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സർവശക്തനായ ദൈവം എന്നിൽ വസിക്കുന്നു എന്ന് ഒരുവനിൽ ഉണ്ടാകുന്ന ബോധ്യമില്ലേ, ആ ബോധ്യം മാത്രം മതി പിശാചിനെ അവനെ തൊടാൻ പറ്റും. ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ, ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ വാഴട്ടെ. അതേ പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടും, അതായത് നമ്മൾ ജനപ്രകാരം നടക്കുന്നു. നമുക്ക് ദൈവവചനത്തില് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഞങ്ങൾ ജനപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജനപ്രകാരം പോരാടുന്നില്ല.
ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾ ജഡപ്രകാരം ആ കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ജഡപ്രകാരം കാര്യങ്ങൾ അറിയുന്നു, ജഡപ്രകാരം കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. യെസ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ജഡപ്രകാരമാണ് ഞങ്ങൾ കാര്യങ്ങളെ ചെയ്യുന്നതെങ്കിലും, ജഡപ്രകാരമാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിലും ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല. നമുക്കറിയാം, ആദമിനും ഹവ്വയ്ക്കും ജഡപ്രകാരം ഒരു ഇൻഫർമേഷൻ കിട്ടി. ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നന്മതിന്മകളെ അറിയും. ഈ 3 കാര്യമാണ് സർപ്പം പറഞ്ഞത്, പിശാച് പറഞ്ഞത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, അപ്പോൾ തന്നെ ആ ഫലം നല്ലതെന്നും തിന്മാൻ കാമ്യമെന്നും കണ്ടു, അത് വായിച്ചു തിന്നു എന്ന വചനത്തിൽ കാണും. അപ്പൊ അവിടെ ജഡപ്രകാരം അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി, അതിന് ജഡപ്രകാരം ഒരു സൊല്യൂഷനെ കണ്ടെത്തി. അവിടെയാണ് പരാജയപ്പെട്ടത്. എന്നാൽ ജഡപ്രകാരം സഞ്ചരിക്കുന്നുവെങ്കിലും ജഡപ്രകാരം പോരാടാതിരിക്കുക. അതായത് ചിന്തിച്ചു നോക്കുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാത്രയിൽ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് യേശു അക്കരയ്ക്ക് യാത്ര പോകും ശിഷ്യന്മാരുടെ കൂടെ. അപ്പൊ ദക്കപ്പുലി ദേശത്ത്, ഗദസര ദേശത്ത് എത്തിയപ്പോ ഒരു ഭൂതഗ്രസ്തൻ യേശുവിനെ എതിർവിട്ടു. ഇൻഫർമേഷൻ അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല. അവനെ ചങ്ങലക്കിട്ടു, അത് പൊട്ടിച്ചു കളഞ്ഞു, കല്ലറയിലാണ് താമസം, അതുപോലെ അവന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നവനാണ്, അതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ലേ. അവനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ വിവരിച്ചു പറയും. ആർക്കും അവനെ അടക്കാൻ കഴിയുന്നു. ജഡപ്രകാരം അവരെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്തു. പക്ഷെ യേശു കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ജഡപ്രകാരമാണ് ലഭിച്ചതെങ്കിലും ഉള്ളതെങ്കിലും യേശു കാര്യങ്ങളെ കൈകാര്യം ചെയ്തത് ജഡപ്രകാരമായിരുന്നില്ല. യേശു അവനിലെ ഭൂതത്തെ ശാസിച്ചു, അവനുണ്ടായിരുന്ന അശുദ്ധാത്മാവിനെ ശാസിച്ചു. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കാര്യങ്ങളെ ജഡപ്രകാരം തിരിച്ചറിയുമ്പോഴും ജഡപ്രകാരം കാര്യങ്ങളോട് പ്രതികരിക്കുക. ഈ വാക്യത്തിൽ പറഞ്ഞ് ഞങ്ങൾ ജഡപ്രകാരമാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ജഡപ്രകാരം ഞങ്ങൾ പോരാടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മളെ തളർത്തിക്കളയുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. ആളുകള് നമ്മളെക്കുറിച്ച് പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വിരോധമായി സംസാരിക്കുന്നത്, അവർ വിരോധമായി നിൽക്കുന്നത്, പല കാര്യങ്ങളും നമ്മളെ മുറിപ്പെടുത്താറുണ്ട്, പ്രയാസപ്പെടുത്താറുണ്ട്. പക്ഷെ ആ മുറിവും പ്രയാസവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴും ആ സാഹചര്യങ്ങളെ മാനുഷികമായി ആ വ്യക്തിയാണ് ചെയ്തത്, ആ വ്യക്തിയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും അതിലൂടെ പിശാച് എന്നെ നിരാശപ്പെടുത്താൻ നോക്കുകയാണ്. ഞാനത് നിരാശപ്പെടുകയില്ല. മാത്രമല്ല, എനിക്ക് ആ പ്രയാസം വരുത്തി ആളോട് വ്യക്തിപരമായ ഒരു പ്രയാസം ഞാൻ എൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ ജയം ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. നമ്മൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല. ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. അതായത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ കൂടെ നിങ്ങൾ പോകുമ്പോഴും ഒരു കാരണവശാലും നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ജഡപ്രകാരം അതിനോട് പ്രതികരിക്കാൻ നിൽക്കാതെ ആമേൻ ആത്മാവിൽ ആ കാര്യങ്ങളെ ഫേസ് ചെയ്യുക. ഇവിടെ അതിന്റെ 4-ാം വാക്യം പറയുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ പോരാട്ടം ജഡപ്രകാരമല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. അവയാൽ ഞങ്ങൾ കോട്ടകളെ ഇടിപ്പാൻ. കോട്ടകൾ, ഇവിടെ ഈ കോട്ട എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ഹോൾഡ്, അതായത് കോട്ട എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു കോട്ടയല്ല, ഒരു നമ്മൾ കാണുന്ന പ്രകാരം ഒരു കോട്ട എന്ന അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ഈ കോട്ട എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ നാളുകളായി വന്നിരിക്കുന്ന ചിന്തകൾ, പല കാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് പതിക്കപ്പെടും. ഒന്ന്, വളരെ പഴക്കം ചെന്ന ചില അറിവുകൾ, നമ്മുടെ തലമുറയായി കൈമാറി വന്ന ചില അറിവുകൾ, അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചിരിക്കുക, അത് പെട്ടെന്ന് മാറത്തില്ല. അതുപോലെ തന്നെ വർഷങ്ങളായി കേട്ടത് കൊണ്ട് വരുന്ന പോലെ തന്നെയാണ്
ഒരു അധികാരമുള്ള വ്യക്തി നമ്മളോട് പറയുമ്പോൾ നമ്മളോടൊരു വാക്ക് പറയുക, അദ്ദേഹം അധികാരമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് എതിർത്തു പറയാനുള്ള ശക്തി നമുക്കില്ല. നമ്മൾ പറയത്തില്ല ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അദ്ദേഹം അധികാരമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ മിണ്ടത്തില്ല. മൂന്നാമത് വരുന്നൊരു കാര്യം ശക്തി എന്ന് പറഞ്ഞാൽ പലതരത്തിലെ ശക്തി. സമ്പത്ത് ഉള്ളവർ, പണമുള്ളവരെ സംബന്ധിച്ച് അതൊരു ശക്തിയാണ്. അപ്പൊ അതുപോലെ പലതും ലോകപ്രകാരമായുള്ള പലതും പലരെ സംബന്ധിച്ചൊരു ശക്തിയാണ്. അങ്ങനെ ശക്തിയുള്ളവരായതുകൊണ്ട് നമ്മൾ അതൊരു സ്ട്രോങ് ഹോൾഡായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഭൂരിപക്ഷം ഒരു ശക്തിയാണ്. ആൾക്കൂട്ടം അവർക്കൊരു ശക്തി. അവര് പറഞ്ഞ ആൾക്കൂട്ടത്തിനെതിരെ പറയാനുള്ള ധൈര്യം കാണിക്കത്തില്ല, അതുകൊണ്ട് നിശബ്ദമായി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അധികാരം ഉപയോഗിച്ച ആളുകൾ പറഞ്ഞതുകൊണ്ട്, നാളുകളായി പറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട്, വർഷങ്ങളായുള്ള ധാരണയായതുകൊണ്ട്, ശക്തിയുള്ളതുകൊണ്ട്, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കോട്ട പോലെ നിൽക്കുക. കോട്ട പോലെ. ഇവിടെ വചനം പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ആ ആയുധങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യം, ആ ആയുധങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യം കോട്ടകളെ ഇടിക്കും. കോട്ടകളെ ഇടിക്കും. അതായത് ഈ പദപ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വർഷങ്ങളായുള്ള ധാരണകൾ, തലമുറയായി കൈമാറി വന്ന ചില ധാരണകൾ, ചില സ്വപ്നം കണ്ട് ഭയപ്പെടുന്നു, ചില അടയാളങ്ങൾ കണ്ട് നമ്മൾ ഭയപ്പെടുന്നു, ചില ലക്ഷണങ്ങൾ കണ്ട് ഭയപ്പെടുന്നു. ഇത് നമ്മുടെ ധാരണകളാണ്, തലമുറകളായി കൈമാറപ്പെട്ട ധാരണ. ഒരു അധികാരമുള്ള വ്യക്തി, സാമ്പത്തികമായ ശക്തിയുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വാക്കിന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഹോൾഡ്, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കോട്ട പോലെ ആണ്. അതുപോലെ തന്നെ ആൾക്കൂട്ടം, ഭൂരിപക്ഷം ആളുകളും എതിരെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഭയം നമ്മുടെ അകത്തുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരുന്നൊരു കോട്ടയുണ്ട്, കോട്ട. അപ്പൊ ഈ കോട്ട എന്ന് പറയുന്നത് ഒരിക്കലും പുറമെ സംഭവിക്കുന്ന ഒന്നല്ല. പുറമേ ഉള്ള കോട്ടകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരി തെറ്റ എങ്ങനെയാണ് നമുക്ക് കാരണം നമുക്ക് വിസിബിൾ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയും ചിന്തിച്ചുമൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താനായിട്ട് കഴിയും. കാരണം അത് നമ്മൾ കാണുന്ന കാര്യം. പക്ഷെ ഈ കോട്ട എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആമേൻ ശക്തമായിട്ട് പതിഞ്ഞിരിക്കുന്നു. ചിന്തിച്ചു നോക്കുക, കർത്താവായ യേശുവിന്റെ അടുക്കൽ ഒരു പാപിയായ സ്ത്രീയെ കൊണ്ടുപോകും. അവരുടെ കയ്യിലെല്ലാം കല്ലിരിക്കുക, അവരെടുത്ത് എറിഞ്ഞ് ഇപ്പൊ കൊല്ലുമെന്ന് പറഞ്ഞ് തന്നെ അവർ. കാരണം അവർ പറയുന്ന കാര്യം ഇതാണ്, മോശയുടെ പ്രമാണം അനുസരിച്ച് കൊല്ലണം. കർത്താവ് അവിടെ പറഞ്ഞ കാര്യം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. പക്ഷെ ആരും കല്ലെറിഞ്ഞില്ല, എല്ലാവരും കല്ലിട്ട് വെച്ചു. യേശു എറിഞ്ഞില്ല. യേശുവിന് പാപമുള്ളത് കൊണ്ടല്ല യേശു എറിയാതിരുന്നത്. യേശു അവിടെ എറിയാതിരുന്നതിന് കാരണം, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ കൽപ്പന കൊടുത്തത്? കൽപ്പന കൊടുത്തത് ആളുകൾ പാപം ചെയ്യാനായിട്ടല്ല. അപ്പൊ ഈ കൽപ്പന കൊടുത്തിട്ട് പാപം ചെയ്യാതെ വണ്ണം അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതായിരുന്നു കർത്താവിന്റെ പദ്ധതി. എന്നാൽ അങ്ങനെ കൽപ്പന കൊടുത്തിട്ടും അവർ പാപം ചെയ്തു. പക്ഷെ ഇവിടെ ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ആ ഒറ്റ വാക്ക് നിമിത്തം അവളുടെ ജീവിതത്തിൽ ഈ കൽപ്പന കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത് സാധ്യമായി. അപ്പൊ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ശിക്ഷിക്കുക എന്നതല്ല യേശുവിന്റെ പദ്ധതി, ഇവിടെ രൂപാന്തരപ്പെടുത്തുക എന്ന കർത്താവ്. എന്നാൽ ഇവർക്കൊരു നിയമമാണ്, കൊല്ലണം. അപ്പൊ ഈ കൊല്ലുന്നതിന്റെ ഉദ്ദേശം എന്താ? ഈ കല്ലെറിയുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്തിനാണ് നിയമത്തിന്റെ ഉദ്ദേശം? അതവർക്കറിയണ്ട. അവർക്ക് കൊന്നു കിട്ടിയാൽ അതായിരുന്നു അവരുടെ മൈൻഡ്, അവരുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ യേശു പറയുക അതല്ല, എനിക്ക് കല്ലെറിയുക എന്നതല്ല എന്റെ പദ്ധതി, ശിക്ഷിക്കുക എന്നതല്ല എന്റെ പദ്ധതി, നിയമം സ്ഥാപിക്കുക എന്നതല്ല എന്റെ പദ്ധതി. എന്റെ പദ്ധതി ഒരുവനിൽ എന്റെ പ്രവൃത്തി നിവർത്തിക്കുക, അവനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് ധാരണകൾ ഇങ്ങനെ നിൽക്കുക, പല ധാരണ. നമുക്കറിയാമല്ലോ, പല ഉപദേശങ്ങളും നിലനിൽക്കുന്ന ഈ ധാരണകളാണ്, വർഷങ്ങളായിട്ടുള്ള ധാരണകൾ. ശബത്ത് ദിവസം ഏത് ദിവസമാണ്? ശനിയാഴ്ചയാണ്, ഞായറാഴ്ചയാണ്. അപ്പൊ അതുപോലെ തന്നെ പല കാര്യങ്ങൾ, പല വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണകൾ, വർഷങ്ങളായി കിടക്കുന്ന ധാരണകൾ, അതൊരു കോട്ട പോലെ നിൽക്കും.
അത് ഒരുപക്ഷെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപദേശപരമായി ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഉപദേശപരമായ കാര്യങ്ങൾ, എന്നാൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. വർഷങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ. അതൊരു പക്ഷേ ശാസ്ത്രത്തിന്റെ സത്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പണ്ട് മുതലുള്ള ചില ശീലങ്ങളായിരിക്കും, ധാരണകളായിരിക്കും. പക്ഷെ ഞാൻ പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനത്തിന് നിങ്ങളുടെ എല്ലാ അറിവിനും അതീതമായി ഇടപെടാനായിട്ട് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും പിടിച്ചടക്കി. അതായത് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആളുവെന്ന് പറഞ്ഞത് കുഞ്ഞ് മരിച്ചു എന്നാ. യേശു പറയുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യാം, വിശ്വസിക്കുക മാത്രം ചെയ്യാം. അത് ധാരണയ്ക്ക് അതീതമാണ്. വെള്ളം കോരി പാത്രത്തിൽ, 6 കൽപാത്രത്തിൽ വെള്ളം കോരി വെച്ചിട്ട് കോരി വിരുന്നുവാഴി കൊണ്ട് കൊടുക്കുക. അവിടെ വീഞ്ഞിന്റെ ആവശ്യമാണ്, വെള്ളത്തിന്റെ ആവശ്യമല്ല അവിടെ. അപ്പൊ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ധാരണകൾക്ക് അതീതമാണ്, ചിന്തകൾക്ക് അതീതമാണ്. പ്രിയപ്പെട്ടവർ, നമ്മള് ഈ ആയുധത്താൽ നമ്മൾ ചെയ്യുന്ന കാര്യം കോട്ടകളെ ഇടിക്കുക. അത് ശക്തി കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പണിതതായിരിക്കാം, അധികാരം കൊണ്ട് പണിതതായിരിക്കാം, സ്ഥാനം കൊണ്ട് പണിതതായിരിക്കാം, ചില കോട്ടകളെ ഇടിപ്പാനായിട്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഇന്ന് ഈ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കോട്ടകളുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മള് ഒരു പദപ്രയോഗമുണ്ടല്ലോ, മനക്കോട്ട കെട്ടുക. അപ്പൊ അത് ഏറ്റവും വലിയ കോട്ടയാണ്, മനക്കോട്ട. മനസ്സിനകത്ത് നമ്മൾ പണിയുന്ന കോട്ട. അത് നമ്മുടെ ജീവിതത്തിനകത്ത് അറിവുകൾ കൊണ്ടും ശക്തി കൊണ്ടും ഭയം കൊണ്ടും നിരാശ കൊണ്ടും പല ഇമോഷൻസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പണിതു വെച്ചിരിക്കുന്ന കോട്ടകൾ. മരിച്ചു പോകുമെന്നുള്ള ഭയം, സാമ്പത്തിക വിഷയത്തെക്കുറിച്ചുള്ള ഭയം, വ്യക്തികളെ കുറിച്ചുള്ള ഭയം, സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഭയം, ഇങ്ങനെ പല വിധത്തിലെ ഭയങ്ങൾ നിങ്ങളെ വാഴുന്നെങ്കിൽ ഇവിടെ വചനത്തിൽ പറയുന്നത് കോട്ടകളെ ഇടിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പുറമെയുള്ള ഏതു വിഷയം മാറണമെങ്കിലും ആദ്യം സംഭവിക്കേണ്ടത് അകമയുള്ള കോട്ടകൾ ഇടിയണം. നിങ്ങളുടെ അകത്ത് പിശാച് പണിതു വെച്ചിരിക്കുന്ന കോട്ടകൾ ഇടിയണം. അറിവില്ലായ്മയുടെ കോട്ട, അജ്ഞതയുടെ കോട്ട, ബലഹീനതയുടെ കോട്ട. കോട്ടകളെ ഇടിക്കാൻ സാധിക്കണം. പ്രൈസ് ഗാഡ്. കോട്ടകളെ ഇടിക്കാൻ സാധിക്കണം. ആമേൻ. ഹല്ലേലൂയ. എന്തിനാലാണ്? ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളല്ല ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ആയുധങ്ങളെ ഉപയോഗിച്ച് കോട്ടകളെ ഇടിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിക്കേ, ദാവീദിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം പറയുന്ന കാര്യം ഇതാ: നീ ബാലനാ, ഇത് ഇംപോസിബിൾ. അവൻ ഗോലിയാത്ത് ശക്തനാണ്, മല്ലനാണ്, പ്രാപ്തിയുള്ളവനാണ്. അവനെ നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല ഗോലിയാത്ത്. അവൻ ബലമുള്ളവനാണ്, ചെറുപ്പം മുതലേ യോദ്ധാവ്. നിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. കോട്ട കെട്ടുക, ചുറ്റും ആളുകൾ പറഞ്ഞ് കോട്ട കെട്ടുക. ദാവീദിന്റെ ഒരു കാര്യം അറിയാം: ഞാൻ യഹോവയെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. ദാവീദിന്റെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഭീതി ദാവീദിനെ തൊട്ടില്ല. കാരണം അകത്തെ കോട്ട ഇടിച്ചു നിൽക്കുന്നത്, അകത്തുള്ള കോട്ട ഇടിച്ചു കളഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള കോട്ട ഒരു വിഷയമല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുറമെ ആളുകൾ പറഞ്ഞ് കേട്ട് വരുന്ന കോട്ടയില്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. ഇതിങ്ങനല്ല, അത് അങ്ങനെ കാണിക്കരുത്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്ത പോലെ വേറൊരാൾ ചെയ്തിട്ട് അവർ നാണം കെട്ടുന്ന പ്രശ്നമുണ്ടായതാ. പല ചുറ്റുപാടുകളിലുള്ള പല സംഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിച്ച് നിങ്ങളെ നിരാശപ്പെടുത്താൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ഒരു ബോധ്യം ഉണ്ടാകണം. ഈ ആയുധം കൊണ്ട് നിങ്ങൾ കോട്ടകൾ ഇടിക്കണം. എന്ത് കോട്ടയാണ്? നിങ്ങളുടെ മനസ്സിൽ പിശാച് പണിത് വെച്ചിരിക്കുന്ന നെഗറ്റീവ് കോട്ടകൾ, നിരാശയുടെ കോട്ട, ഭയത്തിന്റെ കോട്ട, അതിനെ ഇടിച്ചു കളയണം. അറിവില്ലായ്മയുടെ കോട്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആയുധം എന്താണ്, എങ്ങനെയാണ് ആയുധം ഉപയോഗിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. അപ്പൊ അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളത് പഠിക്കും. ആയുധങ്ങൾ എങ്ങനെയാണ് ആയുധം ഉപയോഗിക്കുക, എങ്ങനെയാണ് ആയുധത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആയുധം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ആയുധങ്ങളാണ്. അത് വളരെ വ്യക്തമായിട്ട് ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പൊ അതുകൊണ്ട്
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജഡപ്രകാരം നടക്കുന്നവരാ, ജഡപ്രകാരം കാര്യം അറിഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ജഡപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിനോട് പ്രതികരിക്കരുത്. ഒരു വ്യക്തി നിങ്ങളുടെ വിഷയം അതെങ്ങനെ സംഭവിച്ചു അറിയത്തില്ല. നമ്മൾ അന്വേഷിച്ച് ലാസ്റ്റ് ആളെ കണ്ടുപിടിച്ചു, ഇന്ന ആളാണ്, ഇന്ന വ്യക്തിയാണ് ഇത് ചെയ്തത്. നമ്മൾ ആ വ്യക്തിയോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ മാന്യതയോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടെ നിർത്തുന്നതിന് വിരോധമായി നിൽക്കുന്ന ആ സ്പിരിറ്റില് നമ്മൾ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ, പാപി ചെല്ലുന്ന പാതാണ്. ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾക്ക് വിരോധമായ വിഷയം ഉണ്ടാക്കിയ വ്യക്തിയിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ തിരിയേണ്ടത്. നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത് ആ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് സമാധാനത്തെ കളയുന്നത്, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നിന്ദയാക്കി, മോശമാക്കി, നിങ്ങളുടെ അകത്തുള്ള ആത്മാവിന്റെ ആ സ്പിരിച്വൽ അതോറിറ്റിയെ വെളിപ്പെടുത്താതെ നിങ്ങളെ തളർത്തി, നിങ്ങളുടെ മനസ്സിനത് ഭയം, നിരാശ, റോങ് ഐഡിയ, റോങ് ധാരണകൾ കൊണ്ടുവന്നിട്ട്, മനുഷ്യരെ കുറിച്ച് തന്നെ തെറ്റായ ധാരണകൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കുള്ള ധൈര്യത്തെ കളയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പോരാടുന്നത് ജഡപ്രകാരമായിരിക്കരുത്. ആത്മാവിൽ, യേശുവിന്റെ നാമത്തില്, പരിശുദ്ധാത്മാവില്, അഭിഷേകത്തോടെ, ശക്തിയോടെ, ദൈവകൃപയോടെ ആത്മാവിലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. ആത്മാവിൽ അതിനോട് പ്രതികരിക്കുക. ജയമുണ്ട്, നിശ്ചയമായിട്ട് ജയമുണ്ട്. അപ്പൊ ഇതിന് അടിസ്ഥാനമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആമേൻ, ദൈവവചനം. അതുകൊണ്ട് രോഗസൗഖ്യത്തിന് വചനമാണ് ആയുധം, സമൃദ്ധിക്ക് വചനമാണ് അടിസ്ഥാനം. എന്തുമാകട്ടെ, എല്ലാത്തിനും ദൈവത്തിന്റെ വചനത്തെയാണ് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ലജ്ജിച്ചു പോകാൻ അനുവദിക്കും. ആമേൻ. ആ ബോധ്യമുള്ളവരായിട്ട് ആയിരിക്കുക. ആ ബോധ്യത്തോടു കൂടെ മുന്നോട്ട് കുതിക്കുക. ഒന്നിനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യം, ഒന്നിനെ നിങ്ങളെ തകർക്കാൻ സാധ്യമല്ല. ആ ബോധ്യമുള്ളവരായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾ ജഡപ്രകാരം അറിയുമ്പോൾ ആത്മാവിൽ അതിനോട് പ്രതികരിപ്പാൻ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വിസ്തം തരാമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, അതുപോലെ തന്നെ വൈകാരികമായ ജീവിതത്തിൽ തളർന്നിരിക്കുന്ന അവസ്ഥ, രോഗം, കൂടെ വരുന്ന രോഗം, കൂടെ വരുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾ, യേശുവിന്റെ നാമത്തിൽ അതിനെ ആത്മാവിൽ ജയം പ്രാപിപ്പാൻ, രോഗങ്ങൾ ആത്മാവിൽ, പരിശുദ്ധാത്മാവിലെ രോഗത്തെ ആമേൻ ശാസിച്ച് അതിന് മേൽ ജയം വരിപ്പാനായിട്ട് അതേ പരിശുദ്ധാത്മാവെ, ആ തളർച്ചയിൽ നിന്ന്, ആ തകർച്ചയിൽ നിന്ന് ആത്മാവിൽ അതിനെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ആശ്രയിച്ച് ജയാളികളായിട്ട് മുന്നോട്ട് പോകാൻ, ആ സാമ്പത്തിക വിഷയത്തിൽ, ആ മാനസികമായ സംഘർഷത്തിൽ വലിയ വിടുതൽ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം. നിങ്ങളുടെ മഹത്വമുള്ള കരങ്ങൾ ഏൽപ്പിക്കുന്നു. തുടർന്ന് കൃപയെ സൂക്ഷിക്കണം. എല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യും. ജയാളികളായിട്ട് മുന്നോട്ട് പോകാം. തോൽക്കാനല്ല നിങ്ങളുടെ വിളി, ജയാളികളായിട്ട്. അതെ, ഓരോ ചുവടുകളിലും കർത്താവിലുള്ള ഉറപ്പോടുകൂടെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.